ഇസ്രയേൽ യുദ്ധം നടക്കുന്നത് ലോകാവസാനത്തിന്റെ വക്കിലായിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് തന്നെ ആയിരിക്കുമോ ശരിക്കും നടക്കുന്നത്? ഇനി ഏത് നിമിഷവും എല്ലാം തീരുമെന്ന് പറയുമ്പോഴും ആരൊക്കെയാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ഇസ്രയേലിലേക്ക് യുദ്ധം ഘടിപ്പിക്കുന്ന ഇറാനും ഇറാഖും എല്ലാം കരുതിക്കൂട്ടി രംഗത്തെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സിറിയ അതിർത്തിയിലെ ഗോലാൻ കുന്നുകളിൽ ഇറാഖി സായുധ സംഘം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 സൈനികർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയൊക്കെ വന്നിരുന്നു. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരായിരുന്നു ഇറാൻ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയുടെ ഡ്രോൺ ആക്രമണത്തിൽ അന്നേരം കൊല്ലപ്പെട്ടിരുന്നത്. ഈ ആക്രമണത്തിൽ 24 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ ഡിഫൻസ് ഫോഴ്സ് തന്നെയാണ് ഇത് സ്ഥിരീകരിച്ചത്. ബറ്റാലിയനിലെ സിഗ്നൽ ഓഫീസർ കേഡന്റായ ഡാനിയൽ അവീവ് ഹൈം സോഫർ, ബറ്റാലിയനിലെ IT സ്പെഷ്യലിസ്റ്റായ ടാൽ ഡ്രോൺ എന്നിവരാണ് കൊല്ലപ്പെട്ടിരുന്നത്. 2 ഡ്രോണുകളാണ് ഇറാഖി സായുധ സംഘം ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചത്. ഇതിൽ ഒരെണ്ണം ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയോൺ ഡോം തകർത്തിരുന്നു. മറ്റൊരു ഡ്രോണാണ് വടക്കൻ ഗോലൻ കുന്നിലെ ഇസ്രയേൽ സൈനിക താവളത്തിൽ വന്ന് പതിച്ചത്. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു മറ്റൊരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധം നടത്താനായിട്ട് കച്ചകെട്ടി മുറുക്കുകയാണ്. മറ്റൊരിടത്ത് ഇസ്രയേലിനെ തീർക്കാനുള്ള പദ്ധതികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വിഷമിക്കുന്നത് ഏറ്റവും കൂടുതൽ പശ്ചിമേഷ്യയാണ്. കാരണം പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ അസാധാരണമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖലായി രംഗത്ത് വന്നിരുന്നു. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു തുടക്കം മാത്രമാണ്. നിങ്ങൾ പേടിക്കേണ്ടതില്ല, നമ്മൾ ഇനി ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഖനാമി ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. മാത്രമല്ല തലസ്ഥാനമായ തെഹ്റാനിൽ നടന്ന ജുമായ്ക്ക് മുന്നോടിയായുള്ള പ്രഭാഷണത്തിൽ ഇസ്രയേലിൽ ആക്രമണം നടത്തി ഇറാൻ സൈനികരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ഒന്നിച്ചു നിന്ന് ശത്രുവിനെ പരാജയപ്പെടുത്താൻ മുസ്ലിം രാജ്യങ്ങൾക്ക് ആഹ്വാനം നൽകുകയും അദ്ദേഹം ഇസ്രയേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. 10,000ങ്ങളായിരുന്നു ആത്മീയാചാര്യനെ നേരിട്ട് കേൾക്കാനും ജുമയിൽ സംബന്ധിക്കാനുമായി എത്തിയിരുന്നത്. ഒക്ടോബർ 1 തെല്ലവീവിൽ ഉൾപ്പെടെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രയേലിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണികൾക്കിടെയാണ് വെള്ളിയാഴ്ച ഈ ഒരു പ്രഭാഷണത്തിലൂടെ പൗരന്മാരെ ഖനാമി അഭിസംബോധന ചെയ്ത് രംഗത്തെത്തുന്നത്. ഈ പേർഷ്യൻ ഭാഷയ്ക്ക് പുറമെ അയൽ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് അറബിയിൽ കൂടി അദ്ദേഹം പ്രസംഗം നടത്തിയിരുന്നു. കാരണം ഇസ്രയേലിനെ എങ്ങനെയും തീർക്കുക, മുസ്ലിം രാജ്യങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക, ഇനി നമുക്ക് അതേ ഉള്ളൂ മാർഗം എന്ന് പറഞ്ഞ് അവരെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ കൊല്ലപ്പെട്ട സായിദ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ പ്രസംഗത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ മറന്നില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിലൂടെ ഉന്നമിട്ട നസറുള്ളയുടെ അനന്തരവനും ഹിസ്ബുള്ള നേതാവുമായ ഹാഷിം സൈഫിയുദ്ദീന്റെ സഹോദരനും ഇറാനിലെ ഹിസ്ബുള്ള പ്രതിനിധിയുമായ അബ്ദുള്ള സഫിയുദ്ദീനും ജുമാ പ്രാർത്ഥനയിൽ ജുനാമിക്ക് തൊട്ടരികിലുണ്ടായിരുന്നു. ശത്രു ഒന്നാണെന്നും മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാൽ ഇസ്രയേലിനെ നേരത്തെ പറഞ്ഞതുപോലെ പരാജയപ്പെടുത്താനാകുമെന്നും പ്രസംഗത്തിൽ അദ്ദേഹം വീണ്ടും ആഞ്ഞാഞ്ഞു പറയുകയാണ്. ഈ ഫലസ്തീനുകളെയും ലെബനിലെ ഹിസ്ബുള്ളയും സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് അദ്ദേഹം അവസാനവും പറയുന്നത്. മാത്രമല്ല ഇസ്രയേലിന് നേരെയുള്ള മിസൈൽ ആക്രമണം നേതൃത്വം നൽകിയ ഇറാൻ സൈന്യത്തെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ ഒരു ചെന്നായുടെ രൂപമുള്ള അമേരിക്കൻ പേപ്പട്ടികളാണ് ഖനാമി ഇസ്രയേലിനെ വിശേഷിപ്പിച്ചത്. ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇസ്രയേലിനുമെതിരെ പോരാടാനുള്ള നിയമപരമായ അവകാശമുണ്ട് എന്നും ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ജനതയ്ക്കും തങ്ങളുടെ ഭൂമിയും വീടും രാജ്യവും അല്ലെങ്കിൽ സംരക്ഷിക്കാനും അധിനിവേശങ്ങൾക്കെതിരെ ചെറുത്തു നിൽക്കാനുമുള്ള അവകാശമുണ്ട്. സ്വന്തം നാടിനും അവകാശങ്ങൾക്കും വേണ്ടി ഫലസ്തീനുകൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ ഒരു അന്താരാഷ്ട്ര സമിതിക്കും എതിർക്കാനാവില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഫലസ്തീനികൾക്ക് ഹിസ്ബുള്ള നൽകുന്ന പിന്തുണയും ഒരാൾക്കും വിമർശിക്കാനാകില്ല. അഫ്ഗാനിസ്ഥാൻ മുതൽ അല്ലെങ്കിൽ യമൻ വരെ, ഇറാൻ മുതൽ ഗസയും ലെബനൻ വരെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും പ്രതിരോധത്തിന്റെ അരക്കെട്ട് മുറുക്കുമെന്നും ഖനാമി ഈ ഒരു പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. നേതാക്കളുടെ വേർപാടിൽ നിരാശരാകേണ്ടതില്ല എന്നും ലെബനൻ ജനതയെ അദ്ദേഹം ഉണർത്തുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലെ US സഖ്യകക്ഷി ഇടപെടലുകളെ ഖനാമി രൂക്ഷമായിട്ട് വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. മേഖലയിലെ മുഴുവൻ സമ്പത്തും കൊള്ളയടിക്കാനാണ് അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് എന്നും ഖനാമി പറഞ്ഞിട്ടുണ്ട്. മേഖലയിലെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കാണണം. മാത്രമല്ല ആക്രമണവും മേഖലയ്ക്ക് മാത്രമല്ല മനുഷ്യകുലത്തിന് ഒന്നാകെയുള്ള സേവനമാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിന് പുറമെ ലെബനിലും ഗസയിലും യമനിലും സിറിയയിലുമെല്ലാം ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് ഇറാൻ പരമോന്നത നേതാവ് വെള്ളിയാഴ്ച ഈ ഒരു പ്രസംഗത്തിലൂടെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതും അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞതും. ഒക്ടോബർ 1 ഇസ്രയേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ഇറാന്റെ മിസൈൽ ആക്രമണം
കനാമിയുടെ തീരുമാനമായിരുന്നു എന്ന് റവല്യൂഷണറി ഗാർഡ് വെളിപ്പെടുത്തിയിരുന്നു. ഈ തീരുമാനത്തെ ഇറാൻ പ്രതിരോധ മന്ത്രാലയം, ദേശീയ സുരക്ഷാ കൗൺസിലും പിന്നാകുകയൊക്കെ ചെയ്തിരുന്നു. പുതിയൊരു പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കടുത്ത ഒരു നേരിട്ട പ്രകോപനത്തിലേക്ക് പോകേണ്ടെന്ന നിലപാട് സ്വീകരിച്ച ഘട്ടത്തിലാണ് പരമോന്നത നേതാവ് കടുത്ത തീരുമാനം അന്ന് കൈക്കൊണ്ടിരുന്നത്. ഇസ്രയേലുമായി സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു നേരത്തെ ഈ പെസഷ്കിയാൻ വ്യക്തമാക്കിയിരുന്നത്. ഈ ഖമനയുടെ അല്ലെങ്കിൽ ഈ ഇടപെടലിന് പിന്നാലെ പെസഷ്കിയാനും നിലപാട് പ്രകടിപ്പിച്ചിരുന്നു. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മിസൈൽ ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയത്. 180 ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു അന്ന് ഇസ്രായേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ചത് എന്നാണ് വിവരം. ഇതിൽ പകുതിയിലേറെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരുന്നു. 2 വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിലെ അതീവ സുരക്ഷാ മേഖലയിലും അല്ലെങ്കിൽ മിസൈൽ നാശമുണ്ടാക്കിയതായിട്ട് ഈ പ്രാദേശിക മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് നെവാറ്റിം വ്യോമതാവളത്തിൽ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതേസമയം തന്നെ ഈ ഒരു ലെബനിലും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം ഘടിപ്പിച്ച് ഇസ്രായേൽ സൈന്യം രംഗത്ത് വന്ന ഒരു വാർത്തയും പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ നേരെ ഹിസ്ബുള്ളയുടെ വ്യാപകമായ പ്രത്യാക്രമണം നിലവിൽ തുടരുകയാണ്. സംഘർഷം വ്യാപിക്കുന്നതിനിടെ തന്നെ ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ ലബാൻ ഐക്യദാർഢ്യം അറിയിച്ച് കൂറ്റൻ റാലിയും നടന്നിരുന്നു. ഈ ഇസ്രായേലിനെതിരായ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും നിലവിൽ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. ഈ വടക്കൻ ഇസ്രായേലിലേക്കും ഹഫയിലേക്കും എല്ലാം അല്ലെങ്കിൽ 100-ലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിടുന്നത്. നവായുധീതും സൈനിക ക്യാമ്പും ഗൊലാൻ എയർ ബേസും അടക്കം സൈനിക താവളം ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ മറ്റു റോക്കറ്റ് ആക്രമണങ്ങൾ. ഇതിനിടയിലാണ് ഇദ്ദേഹം ഈ ഒരു ഇറാന്റെ പരമോന്നത നേതാവ് വരുന്നത്. എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരുപക്ഷെ ഇസ്രായേലിനെ നമുക്ക് തന്നെ തീർക്കാൻ കഴിയുമെന്നുള്ള ഒരു ധൈര്യം നൽകിക്കൊണ്ട് വരുന്നത്. അതിനിടയിൽ തന്നെ ഈ ഒരു IDF നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ മരണങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരും മറ്റൊരു സൈഡിൽ ഈ ഒരു പാശ്ചാത്യ രാജ്യങ്ങളെ അല്ലെ ഈ ഗസയും ഇറാനെയൊക്കെ എതിർക്കാനുള്ള ഒരു തയ്യാറും അവിടുന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.